എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് UAE പ്രസിഡന്റ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഇന്ത്യയിലോട്ട് വരികയും വെറും 3 മണിക്കൂർ മാത്രം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് സംസാരിച്ച് ഒരു വലിയ ആണവ ഡീൽ സൈൻ ചെയ്തിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്രയല്ല. അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടന്നു. അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്ന ആണവ ഡീൽ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ സർക്കാർ തന്നെ വലിയ രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം പാർലമെന്റ് നടത്തിയിരുന്നു. ഏകദേശം 3 ആഴ്ച മുന്നേ തന്നെ ശാന്തി ബിൽ എന്ന് പറയുന്നൊരു ബില്ല് പാസ്സാക്കിയിരുന്നു. ആ ബില്ലിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ കൈവശമുള്ള ആണവോർജ്ജം, ആണവ റിയാക്ടറുകളൊക്കെ ഇനി സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ കേരളത്തിലെ സുഡാപ്പികളടക്കം വലിയ രീതിയിലുള്ള എന്താ പറയുക ചന്ദ്രഹാസം മുഴക്കി സോഷ്യൽ മീഡിയയിൽ. എന്താണെന്ന് വെച്ചാൽ ഇത് അദാനിക്കും അംബാനിക്കും വേണ്ടി തീരെഴുതി കൊടുക്കാൻ പോവുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യ UAE കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നയതന്ത്ര ചർച്ചയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ്. ആ ആശയത്തിന് പുറത്താണ് സർക്കാർ ഈ ഒരു ബില്ല് കൊണ്ടുവന്നത്. അതിനെതിരെയാണ് സുഡാപ്പികൾ ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചത്. പക്ഷേ ഇപ്പോൾ UAE പ്രസിഡന്റ് വന്നിട്ട് ഈ ആണവോർജ്ജം എന്താ പറയുക, ഈ ആണവ ഡീൽ സൈൻ ചെയ്തപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? അതായത് UAE ഇന്ത്യ ആണവ റിയാക്ടർ ഉണ്ടാക്കാൻ പോകുന്നു. അതായത് UAEക്ക് വേണ്ട ആണവോർജ്ജം, ആണവ ആയുധങ്ങൾ വരെ കൊടുക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്ന തരത്തിലൊരു കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ല. UAE പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നത് ഈ ആണവ ഡീൽ സൈൻ ചെയ്യാൻ മാത്രമല്ല, കുറേ ആയുധ കരാറുകളൊക്കെ സൈൻ ചെയ്തിരുന്നു. ഞാൻ അതിലോട്ട് വരുന്നില്ല. അതിന് മുന്നേ തന്നെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ UAE പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യ ചില കൊച്ചു ആവശ്യങ്ങൾ, അതായത് ഇന്ത്യ സുരക്ഷയെ മുൻനിർത്തി ഇന്ത്യ ചെറിയ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് അവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സുഡാപ്പികളെ അടപടലം പൂട്ടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം 2022 സെപ്റ്റംബർ 28 ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തത്. അതായത് പാൻ ഇന്ത്യൻ ലെവലിൽ ബാൻ ചെയ്തതെന്നാണ്. അപ്പോൾ അത് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന UAPAയുടെ ഒരു നിയമം വെച്ചിട്ടാണ് അതിന് നിരോധിച്ച് ബാൻ ചെയ്തത്. അപ്പോൾ 5 വർഷത്തേക്കാണ് ബാൻ ചെയ്തത്. അത് 2022 സെപ്റ്റംബർ 28 ബാൻ ചെയ്തത്. 5 വർഷം കഴിയുമ്പോൾ 2027 സെപ്റ്റംബർ 28 ആകുമ്പം അവരെ ബാൻ്റെ ആ ഒരു പീരീഡ് കഴിയും. പിന്നീട് ബാൻ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ പക്കൽ ഒരുപാട് തെളിവുകൾ വേണം. അതിനുശേഷം ഈ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ എന്താ പറയുക, ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. അവരുടെ ഒരുപാട് സ്വത്തുവകകൾ കണ്ടുകെട്ടി ഇപ്പോഴും ജാമ്യം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. നമുക്കറിയാം ആ ദിവസം എന്താണ് സംഭവിച്ചത്. ഈ സെപ്റ്റംബർ 28 രാവിലെ തന്നെ പുലർച്ചെ ഏകദേശം 2 മണിക്ക് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു. ഡൽഹിയിൽ നിന്ന് NIA ഉദ്യോഗസ്ഥരും CRPF കമാൻഡോസൊക്കെ വരുന്നു. ഈ CRPF കമാൻഡോസ് എന്ന് പറയുന്നത് ഫുൾ ലോഡഡ് AK-47 ഗണ്ണുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പുലർച്ചെ ഏകദേശം 2 മണിക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഓരോ സ്ഥലത്തേക്ക് ഓരോ നേതാക്കന്മാരെ വീട്ടിലോട്ട് പോവുകയാണ്. പുലർച്ചെ അവരെ കട്ടിൽ നിന്ന് തൂക്കി, അതായത് അടിവസ്ത്രം പോലും ഇടാൻ അനുവദിക്കാതെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആരാധ്യനായ CA റൌഫിനെ പിടിച്ചു. പിന്നെ PFIയുടെ ചെയർമാനായ OMA സലാമിനെ പൊക്കി, വൈസ് ചെയർമാനായ EM അബ്ദുൾ റഹ്മാനെ പൊക്കി, പിന്നെ നാഷണൽ സെക്രട്ടറിയായ VP നസറുദ്ദീൻ എളമരത്തിനെ പൊക്കി, പിന്നെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ചീഫ് ആയ CP മുഹമ്മദ് ബഷീർ, പിന്നെ നാഷണൽ കൗൺസിൽ മെമ്പറായ പ്രൊഫസർ P കോയ, പിന്നെ STPയുടെ സംസ്ഥാന അതായത് ആദ്യകാല പ്രസിഡന്റായ E അബൂബക്കർ, അതായത് മെയിൻ നേതാക്കന്മാരെ ടോപ്പ് ലീഡേഴ്സിനെയൊക്കെ പൊക്കിക്കൊണ്ടുപോയി NIA. ഇവിടുന്ന് കേരള പോലീസ് പോലും ഒന്നും അറിഞ്ഞില്ല. അവർ NIAയുടെ പിള്ളേരെ ഒന്ന് പൊക്കിയിട്ട് വന്നത് വലിയ എന്താ പറയുക ഹെലികോപ്റ്ററും എല്ലാവിധ സൗകര്യങ്ങളും വിമാനമടക്കം ആണ് വന്നത്. അപ്പോൾ ഇവന്മാരെ പൊക്കി ഡൽഹിയിലെത്തിയതിന് ശേഷമാണ് നാഷണൽ മീഡിയസ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തപ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങളടക്കം അറിഞ്ഞത്. അതായത് പോലീസിൻ്റെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി പോലും, മുഖ്യമന്ത്രി പോലും അറിയുന്നത് രാവിലെ എഴുന്നേറ്റ് TV വെക്കുമ്പോഴാണ്, ദേശീയ ചാനലൊക്കെ വെക്കുമ്പോഴാണ് ഇത്തരത്തിലെ വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ അത്ര സീക്രട്ട് ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർക്ക് ജാമ്യമായിട്ട് ചെല്ലാൻ പോലും ആരും ധൈര്യപ്പെടുന്നില്ല. ഇൻ കേസ് ആരെങ്കിലും ജാമ്യമായിട്ട് ചെന്നാൽ പോലും അവരുടെ ആരാണ് ഫണ്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ പൊക്കിയിട്ട് വീണ്ടും ചെകഞ്ഞ് അവന്മാരെ പിടിച്ച് അകത്തിടുന്ന ഒരു നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. പക്ഷേ എല്ലാ തലത്തിലും ഇവരെ പൂട്ടണം. അത് എക്സ്ട്രീം ടെററിസ്റ്റ് ഔട്ട്ഫിറ്റാണ് ഈ PFI എന്ന് പറയുന്നത്. അപ്പോൾ അവരെ മാക്സിമം പൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് അവരെ ഇൻ്റലക്ച്വലായിട്ടും ഫിനാൻഷ്യലായിട്ടും മെയിനായിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവരെ വേറെറുക്കാൻ പറ്റൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അന്ന് കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നു. അപ്പോൾ ഈ UAE പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മളൊരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ആ സമയത്തിന് പോപ്പുലർ ഫ്രണ്ട് ബാൻ ചെയ്ത സമയത്തിന് ഒരുപാട് ആൾക്കാരെ പൊക്കിയിരുന്നു. അപ്പോൾ ആ സമയത്തിന് ഒരുപാട് ആൾക്കാർ, ഏകദേശം 10,000-ഓളം പേർ എല്ലാ മാസവും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട്, അതായത് ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാരെ ജയിലിൽ നിറക്കാൻ വേണ്ടിയിട്ടും ജയിലിലുള്ള ആൾക്കാരെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടും മൊത്തത്തിൽ ഇന്ത്യ കലാപകലുഷിതമാക്കാൻ വേണ്ടിയിട്ടും എല്ലാ മാസവും ഏകദേശം 10,000-ഓളം മലയാളികളടങ്ങുന്ന സംഘങ്ങൾ എല്ലാ മാസവും ഈ പോപ്പുലർ ഫ്രണ്ടിന്
ഇത് കൊടുത്തിരുന്നു, ഇത് പൈസ കൊടുത്തുകൊണ്ടിരുന്നു എല്ലാ മാസം. അപ്പോൾ ഈ പൈസയൊക്കെ കളക്ട് ചെയ്ത് വരുന്ന സമയത്താണ് കുറച്ച് മാസം കഴിഞ്ഞ വർഷം ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ബിഹാറി സുഡാപ്പിയെ, ഏകദേശം മുഹമ്മദ് ആലം എന്നാണ് ആ സുഡാപ്പിയുടെ പേര്, ആ സുഡാപ്പിയെ പൊക്കിയപ്പോഴാണ് എല്ലാ വിവരങ്ങളും അറിയുന്നത്, ആരൊക്കെയാണ് പൈസ തരുന്നത്. അപ്പോൾ ഇവൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇവൻ ഗൾഫിൽ പോയിട്ട് പലതരത്തിലും എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് പൈസ സമ്പാദിച്ചിട്ട് ഹവാല രൂപത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവനെ പൊക്കിയപ്പോഴാണ് ആരൊക്കെയാണ് ഈ മാസം മാസം പൈസ കൊടുക്കുന്നത്, ഇങ്ങനെ ഫണ്ട് കൊടുക്കുന്നത് എന്നുള്ള എല്ലാ വിവരങ്ങളും ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇനി ഒരിക്കലും ഇന്ത്യയിലോട്ട് വരാൻ പറ്റില്ല. ഇന്ത്യയിൽ ഏത് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ പൊക്കാനുള്ള ഉത്തരവ് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകൾക്കും അവർ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അടുത്ത വർഷം 2027 സെപ്റ്റംബർ 28 പോപ്പുലർ ഫ്രണ്ടിന് ബാൻ തീരും. അപ്പോൾ ബാൻ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ആ പൂർവാധികം ശക്തിയോടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർ ലൈഫ് ടൈം ബാൻ അടിച്ചു കൊടുക്കാൻ വേണ്ടിയും ഇവർക്കെതിരെ എല്ലാവിധ തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യൻ സർക്കാരിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏകദേശം 10,000-ഓളം മലയാളികളടക്കം, ഒന്ന് ആലോചിച്ച് 10,000-ഓളം മലയാളികളടക്കം ഇതിന് ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവന്മാർക്കൊക്കെ കുറേ ആൾക്കാരൊക്കെ ദുബായിൽ യു എയിലെ പല സിറ്റികളായിട്ടുള്ള അവരുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അവരെ പൊക്കിയിട്ട് ഇന്ത്യക്ക് കൈമാറണം എന്നുള്ള ഒരു കണ്ടീഷനല്ല, ഒരു റിക്വസ്റ്റ് യു എയുടെ മുന്നിൽ വെച്ചിരുന്നു. വളരെ ചെറിയ വലിയ കാര്യങ്ങളാണ് സൈൻ ചെയ്ത് പോയത്. അപ്പോൾ ഇതൊക്കെ കണ്ണും പൂട്ടി അവർ അപ്രൂവ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ദേശീയ മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫണ്ട് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് യു എയിൽ ഇരുന്നിട്ട് ഫണ്ട് കൊടുക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ സഹായിക്കുന്ന ആൾക്കാരെ ഉടനടി പൊക്കിയിട്ട് ഇന്ത്യക്ക് കൈമാറും എന്നുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ സുഡാപ്പികൾ പിടിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് അടുത്ത വർഷത്തേക്ക് വീണ്ടും കേസ് കോടതിയിൽ വരും. ആ സമയത്തൊക്കെ എല്ലാവിധ തെളിവുകളും കോടതിയിൽ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാർക്ക് ഉടനടി ഇന്ത്യയിൽ എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് യു എ ആയിട്ട് ഇങ്ങനെ ഒരു ഡീല് സൈൻ ചെയ്തത്. അപ്പോൾ ഉടൻ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട്ട് കിടക്കും. ഇന്ത്യ ഓൾറെഡി ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട്, ആരൊക്കെ കൈമാറണമെന്ന്. ഏകദേശം 10,000-ഓളം പേരാണ് നിരന്തരം ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ഏകദേശം 1,200-ഓളം പേര് ഉടനടി കൈമാറുമെന്നാണ്. അതിൽ മിക്കവാറും ആ 200 പേരിലെ മിക്ക ആൾക്കാരും മലയാളികളായിരിക്കും എന്നുള്ള വളരെ സന്തോഷപൂർവ്വമായ ഒരു കാര്യമാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും കേരളത്തിലെ സുഡാപ്പികളെ അട്ടപ്പട്ടലം പൂട്ടുന്നത്, അതായത് അവരെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവിടെ മതേതര മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന ചായം പൂശി നടക്കുന്ന ചില നീലക്കുറുക്കന്മാർ പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവരെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അതുമാത്രമല്ല, ഈ ഇലക്ഷൻ നടക്കാൻ പോവാണ്, 2-3 മാസം കഴിഞ്ഞാൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഈ വിഷയം BJPക്ക് അറിയാം എങ്ങനെ കത്തിക്കേണ്ടത്, നന്നായിട്ട് കത്തിക്കാനും BJPക്ക് അറിയാം. അവരെ കളി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവർ തക്ക സമയം നോക്കിയിട്ട് തന്നെയാണ് ഇവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന്മാരെ എന്താ പറയേണ്ടത്, മീഡിയയൊക്കെ വലിച്ചുകൊണ്ടുപോയി എല്ലാ മേഖലയിലും ഈ കാര്യങ്ങൾ വലിച്ച് വാരി ഭിത്തിയിൽ ഒട്ടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പെടാൻ പോകുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗ് പോലത്തെയില്ല, മതേതര മുഖംമൂടി അണിഞ്ഞു നടക്കുന്ന എന്താ പറയുക ചെന്നായിക്കളെ ശരിക്കും എക്സ്പോസ് ചെയ്യും. അവരെന്തെങ്കിലും ഇവരായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് കൊണ്ടുവരുന്നില്ല കാര്യത്തിൽ സംശയമില്ല. എന്തിനാലും ഈ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് BJP ഇത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവർക്ക് കളിയറിയാം, ഏത് സമയത്താണ് കളിക്കേണ്ടത്, എന്തൊക്കെ കാർഡ് ഇറക്കണമെന്ന് നന്നായിട്ട് അവർക്കറിയാം. അവരാരും കളി പഠിക്കേണ്ട ആവശ്യമില്ല. എന്തിനാലും കേരളത്തിൽ എന്താ പറയുക, ഇപ്പോൾ മുസ്ലിം ലീഗൊക്കെ ഭരണത്തിൽ വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ ഇത്തരത്തിലെ ഭീകരവാദികൾ, മലയാളി ഭീകരന്മാരെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഡാമേജ് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. എന്തിനാലും രാജ്യസുരക്ഷ മുൻനിർത്തി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അത്യർഹമായ പരിപാടി തന്നെയാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.